ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾക്ക് ഊർജ്ജം നൽകുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ സമാപനം. സംസ്ഥാനത്തെ ഉൾപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകാൻ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കോട്ടയത്തെത്തും. ഐഐഐടിയുടെ 6ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിൽ കാലതാമസം ഉണ്ടാവില്ലെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ രാജൻ. രാജ്യത്ത് ആദ്യമായി ഉപയോഗശൂന്യമായ മരുന്നുകൾ വലിച്ചെറിയുന്നത് തടയാൻ നടപ്പാക്കുന്ന എൻ പ്രൌഡ് പദ്ധതിക്ക് ഇന്ന് കോഴിക്കോട് തുടക്കം. മരമടിയും കാളപൂട്ടും നിയമപരമാക്കാനുള്ള ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. മൌറീഷ്യസിന്റെ 57ാമത് ദേശീയ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ടാതിഥിയാകുമെന്ന് മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാംഗുലം. സുശക്തമായ ഇന്ത്യ മൌറീഷ്യസ് ബന്ധത്തിന്റെ തെളിവാണ് ഈ തീരുമാനമെന്നും ശ്രീ നരേന്ദ്രമോദിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് രാജ്യത്തിന് അഭിമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ നിക്ഷേപ സാധ്യതകൾക്ക് ഊർജ്ജം നൽകുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ സമാപനം. 26 വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 3000ത്തോളം സംരംഭകരാണ് 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജർമ്മനി, വിയറ്റ്നാം, നോർവെ, ഓസ്ട്രേലിയ, മലേഷ്യ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഇൻവെസ്റ്റ് കേരളയുടെ പങ്കാളി രാജ്യങ്ങളാണ്. കോടികളുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് ആദ്യ ദിനമായ ഇന്നലെ നടന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുത്ത കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിന്റെ റോഡ് വികസനത്തിനായി 50,000 കോടി രൂപയുടെ പദ്ധതികളും പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ ജില്ലകൾ കൂടാതെ മറ്റ് ജില്ലകളിലും വ്യവസായ സംരംഭങ്ങൾ വ്യാപകമായി ആരംഭിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനത്തെ പല ഉൾപ്രദേശങ്ങളിലും യുവാക്കൾ ആരംഭിച്ച സ്റ്റാർട്ടപ്പുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകാൻ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കോട്ടയത്തെത്തും. ഐഐഐടിയുടെ 6ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4:30-നാണ് പരിപാടി. ഉപയോഗശൂന്യമായ മരുന്നുകൾ മണ്ണിലോ വെള്ളത്തിലോ വലിച്ചെറിയുന്നത് തടയാൻ ആവിഷ്കരിക്കുന്ന പദ്ധതിയായ ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എൻ പ്രൌഡിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലും കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന പദ്ധതി തുടർന്ന് സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കും. രാജ്യത്ത് തന്നെ ആദ്യമായാണ് സർക്കാർ തലത്തിൽ ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് പുനരധിവാസം സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ആശങ്കയും വേണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ നയം. ഇക്കാര്യത്തിൽ കാലതാമസം ഉണ്ടാവില്ലെന്നും ശ്രീ കെ രാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളം നിശ്ചയിച്ച വിധത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ പോകും. ഏതെങ്കിലും കാറ്റഗറിയിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പരാതി നൽകിയാൽ സർക്കാർ അത് കൃത്യമായി പരിശോധിക്കും. ദുരന്തബാധിതരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലോ ഒരു തർക്കമോ നമുക്കില്ല. എന്തെങ്കിലും പരാതി അവർക്കുണ്ടെങ്കിൽ നൽകിയാൽ ആ പരാതി പരിഹരിക്കാൻ തുറന്ന മനസ്സോടെ കേരളത്തിലെ സർക്കാർ നിൽക്കുന്നുണ്ട്. ദുരന്തബാധിതരെ ചേർത്തുപിടിക്കലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഏതിലാണ് സർക്കാരിന് കുറവ് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണ്. സംസ്ഥാനത്ത് മരമടിയും കാളപൂട്ടും നിയമപരമാക്കാനുള്ള ബിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഗ്രാമീണ മേഖലയിലെ കർഷകരുടെ പ്രധാനപ്പെട്ട ആഘോഷമാണ് മരമടി. വിഷയത്തിൽ കേന്ദ്രത്തിന് നേരത്തെ കത്ത് നൽകിയിരുന്നെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന കൃഷി വകുപ്പ് സംഘടിപ്പിക്കുന്ന പരമ്പരാഗത വിത്തുത്സവം മന്ത്രി സജി ചെറിയാൻ ഇന്ന് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷണവും പ്രചരണവും ഉറപ്പുവരുത്തുന്ന പരിപാടി ഈ മാസം 24-ന് സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 119ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളിലൂടെ പരിപാടി ലഭ്യമാകും.
സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ 156ാമത് ജയന്തി ആഘോഷങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും. പത്തനംതിട്ട മൂലൂർ സ്മാരകത്തിൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പടനയിക്കാൻ കവിതയെ ഉപാധിയാക്കിയ സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച് ഇലവന്തിട്ട മൂലൂർ സ്മാരകത്തിൽ 24 മുതൽ 26 വരെ വിവിധ പരിപാടികൾ നടക്കും. 26 രാവിലെ 10 നടക്കുന്ന കവി സമ്മേളനം ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മൂലൂരിന്റെ ഡയറി, ഓർമ്മക്കുറിപ്പുകൾ, കവിതാ സമാഹാരങ്ങൾ എന്നിവ സ്മാരകത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 26 വൈകിട്ട് 4 നടക്കുന്ന സമ്മേളനത്തിൽ മൂലൂർ അവാർഡ് സമർപ്പണം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. അന്തരിച്ച സിപിഐഎം കോട്ടയം ജില്ലാ സെക്രട്ടറി എ.വി. റസലിന്റെ മൃതദേഹം കോട്ടയത്തെത്തിച്ചു. കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലും ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനമുണ്ടാകും. സംസ്കാരം നാളെ നടക്കും. ഇന്ന് രാവിലെ ചെന്നൈയിൽ നിന്നുള്ള വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ച മൃതദേഹം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എ. വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം തുടങ്ങിയവർ ചേർന്നാണ് ഏറ്റുവാങ്ങിയത്. സംസ്ഥാനത്തെ 30 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച നടക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം, കൊല്ലത്ത് അഞ്ചൽ, കൊട്ടറ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, കൊട്ടാരക്കര, പത്തനംതിട്ട, മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റികളിലെ ഓരോ വാർഡുകൾ, 24 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച നടക്കും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്ര നേട്ടം കുറിച്ച് കേരളം. സെമിഫൈനലിൽ ഗുജറാത്തിനെതിരെ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് കേരളം ഇതാദ്യമായി ഫൈനലിൽ പ്രവേശിച്ചു. കേരളത്തിന്റെ ഫൈനൽ പ്രവേശത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ക്യാപ്റ്റൻ സച്ചിൻ ബേബി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. വർഷങ്ങളുടെ പ്രയത്നം ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഫൈനലിൽ ഇറങ്ങുന്നതെന്ന് സച്ചിൻ ബേബി പറഞ്ഞു. ആദ്യം തന്നെ വളരെ സന്തോഷം. കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു. നമ്മുടെ രഞ്ജി ട്രോഫി പോലുള്ള പ്രസ്റ്റീജിയസ് ടൂർണമെന്റിന്റെ അതിൽ നമ്മുടെ കേരള ടീം അതിന്റെ ഒരു ഫൈനലിൽ എത്തുക എന്നുള്ള ഒരു കാര്യം. നമ്മൾ ഇതിനു മുന്നേ 6 വർഷം മുന്നെയാണ് നമ്മൾ രഞ്ജി സെമിയിലെത്തിയത്. അപ്പൊ ഞാൻ 2009 കേരള ടീമിൽ ഡെബ്യൂ ചെയ്യുന്നത്. വലിയൊരു താങ്ക്സ് പറയേണ്ടത് നമ്മുടെ അസോസിയേഷൻ തന്നെയാണ്. അവരെടുത്ത് തരുന്ന ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. ഇത്രയും നാളത്തെ എഫേർട്ടാണ് നമ്മൾ ഈ ഒരു വിജയം നമുക്ക് തരുന്നത്. പിന്നെ പ്രതീക്ഷ വളരെ ഹൈ തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ഫൈനൽ കളിക്കുമ്പോഴത്തേക്ക് നമുക്കത് വിൻ ചെയ്യണം. എല്ലാവരും നല്ല ഫോമിലാണ് ഇപ്പോൾ ഉള്ളത്. നാഗ്പൂരിൽ പോയിട്ട് വിദർഭനെ തോപ്പിച്ച് നമ്മുടെ ആ ഒരു സ്വപ്നം കേരളത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. ബുധനാഴ്ച ആരംഭിക്കുന്ന ഫൈനലിൽ വിദർഭയാണ് കേരളത്തിന്റെ എതിരാളികൾ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. രാത്രി 7:30 ഗോവയിലാണ് മത്സരം. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 20 രൂപ കൂടി 8,045 പവന് 64,360 രൂപയുമാണ് ഇന്നത്തെ വില. വിദ്വേഷ പരാമർശത്തിൽ മുൻ MLA PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഈരാറ്റുപേട്ട പോലീസ്. എന്നാൽ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ച PC ജോർജ് പാർട്ടി തീരുമാനം അനുസരിച്ച് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് വിശദീകരണം നൽകി. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ് ചരിഞ്ഞ കൊമ്പന്റെ തലച്ചോറിന് അണുബാധയുണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം. മസ്തകത്തിലെ മുറിവ് മറ്റൊരാനയുടെ കൊമ്പ് കുത്തിയതിനെ തുടർന്നുണ്ടായതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രഞ്ജിനി സംഗീത സഭയുടെ 49ാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടയത്ത് നാളെ സംഗീത സദസ്സ് സംഘടിപ്പിക്കും. പ്രസിദ്ധ സംഗീതജ്ഞരായ ബാംഗ്ലൂർ ബ്രദേഴ്സ് പങ്കെടുക്കും. തിരുനക്കര ക്ഷേത്ര മൈതാനത്തെ ശിവശക്തി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി. ജമ്മുകശ്മീരിൽ 2021 ഫെബ്രുവരിയിലെ വെടിനിർത്തൽ കരാർ തുടരാൻ തീരുമാനിച്ച് ഇന്ത്യ പാകിസ്ഥാൻ കരസേന. അന്താരാഷ്ട്ര അതിർത്തിയിൽ അടുത്തിടെയുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇരു രാജ്യങ്ങളിലെയും ബ്രിഗേഡ് കമാൻഡർമാർ പൂഞ്ച് ജില്ലയിൽ ഫ്ളാഗ് മീറ്റിംഗ് സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾക്ക് ഊർജ്ജം നൽകുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ സമാപനം. സംസ്ഥാനത്തെ ഉൾപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകാൻ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കോട്ടയത്തെത്തും. IIITയുടെ 6ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിൽ കാലതാമസം ഉണ്ടാവില്ലെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ രാജൻ. രാജ്യത്ത് ആദ്യമായി ഉപയോഗശൂന്യമായ മരുന്നുകൾ വലിച്ചെറിയുന്നത് തടയാൻ നടപ്പാക്കുന്ന എൻ പ്രൌഡ് പദ്ധതിക്ക് ഇന്ന് കോഴിക്കോട് തുടക്കം. മരമടിയും കാളപൂട്ടും നിയമപരമാക്കാനുള്ള ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.